ഗാസയിൽ സമാധാന നീക്കത്തിന് ശ്രമിക്കാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന് മാത്രമേ ഇനി അതിന് കഴിയൂ. കാരണം മോദി പാലസ്തീനും അതേപോലെ തന്നെ ഇസ്രായേലുമായി തന്നെ വലിയ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണ്. ആയതിനാൽ തന്നെ ഇന്ത്യക്ക് മാത്രമേ പാലസ്തീനും ഇസ്രായേലിനും ഇടയിൽ ശാശ്വതമായ സമാധാനം കൈവരിക്കാൻ സാധിക്കൂ എന്നതാണ് ഇപ്പോൾ പാലസ്തീൻ വിദേശകാര്യമന്ത്രി നടത്തിയ ഇന്ത്യ സന്ദർശന വേളയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ പാലസ്തീൻ വിദേശകാര്യ മന്ത്രിയാകട്ടെ ഇന്ത്യൻ അധികൃതരുമായി തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഗാസയിലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ കൂടുതൽ സംഭാവനകൾ നൽകുന്നുവെന്നും അഭയാർത്ഥികൾക്കായി തന്നെ പ്രവർത്തിക്കുന്ന UN ഏജൻസികൾക്കുള്ള അവിടെ ആ പിന്തുണ തുടരുമെന്നും അവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂഡൽഹിയിൽ നടന്ന വിദേശകാര്യ മന്ത്രിമാരുടെ ഇൻഡോ അറബ് ലീഗ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അവർ. ഇനി ഈ യുദ്ധത്തിന് ഇടമില്ല എന്നും അതേപോലെ തന്നെ പരസ്പര സംഭാഷണങ്ങളും നയതന്ത്രവും അന്താരാഷ്ട്ര നിയമങ്ങളോട് ബഹുമാനവുമാണ് വേണ്ടതെന്നായിരുന്നു അവർ വ്യക്തമാക്കിയത്. അതേസമയം ഗാസയിൽ താൽക്കാലികമായി തന്നെ വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവിടുത്തെ സ്ഥിതി വളരെയധികം ഭയാനകം നിറഞ്ഞതാണ് എന്നും ഇവർ ഇവിടെ വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായിട്ട് പോലും വെടിവെപ്പും കൊലപാതകങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഇസ്രായേലുമായും പാലസ്തീനുമായും ഒരേ സമയം ഇന്ത്യ ആകട്ടെ സുഹൃത്ത് ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും സമാധാനം പുനർസ്ഥാപിക്കുന്നതിനും ഒരു മധ്യസ്ഥന്റെ റോളിൽ തന്നെ അവിടെ പ്രധാന പങ്ക് വഹിക്കാൻ ഇവിടെ ഇന്ത്യക്ക് കഴിയുമെന്ന പ്രത്യാശയാണ് പാലസ്തീൻ പ്രകടിപ്പിക്കുന്നത്. വെസ്റ്റ് ബാങ്കിലും ഗാസയിലുമായി തന്നെ നിരവധി സ്കൂളുകളും ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും അവിടെ നിർമ്മിക്കാൻ ഇന്ത്യ സഹായിച്ചിട്ടുണ്ട് എന്നും അതേപോലെ തന്നെ യുദ്ധത്തിൽ തകർന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണത്തിനായി തന്നെ ഇന്ത്യയുടെ കൈത്താങ്ങ് തങ്ങൾക്ക് കൂടുതലായി തന്നെ അനിവാര്യമാണ് എന്നതായിരുന്നു മന്ത്രി ഇവിടെ എടുത്തു പറഞ്ഞ കാര്യം. അതേപോലെ തന്നെ 2016 അവിടെ ബഹ്റൈനിൽ വെച്ചുകൊണ്ട് ആദ്യത്തെ ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രാലയ സമ്മേളനം നടക്കുകയും ചെയ്തു. അതിനുശേഷം നീണ്ട 10 വർഷത്തെ ഇടവേള കഴിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ യോഗം നടക്കുന്നത്. സാമ്പത്തികം, ഊർജം, വിദ്യാഭ്യാസം, മാധ്യമം, സംസ്കാരം എന്നീ 5 മേഖലയിലെ സഹകരണം വിപുലീകരിക്കുന്നതിനോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ സമാധാനവും അതിന്റെ സുസ്ഥിരവുമായിരിക്കും നാളത്തെ അതായത് ഇപ്പോൾ നടന്ന യോഗത്തിലെ ചർച്ചാ വിഷയം എന്നതായിരുന്നു എടുത്തു പറയേണ്ട കാര്യം. അതേസമയം ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയ അവസാന വ്യക്തികളെ പോലും അവരുടെ മൃതദേഹവും ഇസ്രായേലിന് കൈമാറിയതോടുകൂടി തന്നെ അവിടെ സമാധാന പദ്ധതിയിൽ നിർണായകമായ ഒരു പുരോഗതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവിടെ പരിശോധന പൂർത്തിയായാൽ ഉടൻ തന്നെ ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്കുള്ള റഫ പാത അത് ഭാഗികമായി തന്നെ തുറക്കുമെന്നാണ് ഇസ്രായേൽ സേന അറിയിച്ചിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് ദക്ഷിണ ഇസ്രായേലിൽ ആക്രമണം നടത്തിയപ്പോൾ അവിടെ പരിക്കേറ്റു മരിച്ച പോലീസ് ഓഫീസർ റാൻ ഗിവാലിന്റെ മൃതദേഹമായിരുന്നു അവിടെ കൈമാറിയത്. ഹമാസ് ബന്ദികളാക്കിയ 250 ഇസ്രായേലുകാരിൽ ഗവാലിനും ഉണ്ടായിരുന്നു. മൃതദേഹം ഇസ്രായേലിൽ കൊണ്ടുവന്നുകൊണ്ട് സംസ്കാരം നടത്തുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ വെടിനിർത്തൽ നിലവിൽ വന്നപ്പോൾ 48 ബന്ദികൾ ഹമാസിന്റെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. ഇതിൽ ബന്ദികളായിരിക്കെ തന്നെ മരിച്ച 28 പേരെ അടക്കം അവിടെ ആ സ്ഥലത്ത് നിന്ന് ഹമാസ് കണ്ടെത്തുകയും അവരുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ മൃതദേഹം കൈമാറുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.